സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ വിദ്യയും എൻ്റെ സമ്പത്തും എൻ്റെ വിദ്യയും എൻ്റെ സമ്പത്തും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രഭാത സമയത്ത് ദൈവദിനമായിട്ട് നിങ്ങളെ സമീപാൻ ദൈവം ഒരുക്കുന്ന അവസരത്തെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സഭാപ്രസംഗി 2-ാം അധ്യായം 11-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുളിൽ നടക്കുന്നു. അല്പജ്ഞാനം പെരുംഛേദം എന്നൊരു വാക്കുണ്ട്. അതായത് അല്പജ്ഞാനം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് വലിയ നഷ്ടത്തിനും നാശത്തിനും ഇടയാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഈ അടുത്തിടെ ഒരു സംഭവ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റ് പൈലറ്റ് ഇരിക്കുന്ന റൂം വൃത്തിയാക്കുവാനും മുന്നിലുള്ള വിൻഡോ ഗ്ലാസ് തുടയ്ക്കുവാനുമായി ഒരു ജോലിക്കാരൻ കയറി. താനെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ വിമാനത്തിന് പൈലറ്റുമാർ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബുക്ക് കണ്ടു. അയാൾ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയപ്പോൾ എങ്ങനെയാണ് വിമാനം പറത്താൻ സാധിക്കുമെന്ന് 1-ാം പേജിൽ കണ്ടു. താനത് വായിച്ച് ഏത് ബട്ടൺ അമർത്തിയാൽ വിമാനം സ്റ്റാർട്ടാകും എന്ന് കണ്ട് അപ്രകാരം ചെയ്തപ്പോൾ വിമാനം സ്റ്റാർട്ടായി. അടുത്ത പേജ് മറിച്ചപ്പോൾ വിമാനം ചലിക്കുവാൻ ഏത് ബട്ടൺ അമർത്തണമെന്ന് കണ്ട് അപ്രകാരം ചെയ്തപ്പോൾ വിമാനം ചലിക്കുവാൻ തുടങ്ങി. തനിക്ക് വളരെ ആകാംക്ഷ തോന്നി. അടുത്ത പേജ് മറിച്ചപ്പോൾ വിമാനം എങ്ങനെ പറക്കാം എന്നും ഏത് ബട്ടൺ ഞെക്കിയാൽ പറക്കും എന്നും കണ്ട് ആ ബട്ടണും ആ മനുഷ്യൻ ഞെക്കി. അപ്പോൾ വിമാനം ആകാശത്തേക്ക് പറന്നു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിമാനം എങ്ങനെ ലാൻഡ് ചെയ്യാം എന്ന് അടുത്ത പേജ് മറിച്ചപ്പോൾ കണ്ടു. എന്നാൽ അതിൻ്റെ അടിയിൽ എഴുതി 2-ാമത്തെ വോളിയത്തിലാണ് വിമാനം എങ്ങനെ താഴെ ഇറക്കാം എന്ന് വിശദീകരിക്കുന്നത്. അതവിടെ ഇല്ലതാണ്. കാര്യം മനസ്സിലായല്ലോ. പലരും തങ്ങളുടെ ചെറിയ ജ്ഞാനം കൊണ്ട് വലിയ നേടിയെടുക്കാം എന്ന് ചിന്തിച്ച് പല ഏടാകൂടങ്ങളിൽ ചെന്നുപോയിപ്പെടും. അവസാനം എല്ലാം നാശത്തിൽ ചെന്നുപെടും. ഇതുപോലെ മറ്റൊരു സംഭവം കഥ കേട്ടിട്ടുണ്ട്. 3 വ്യക്തികൾ, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസമില്ല, എന്നാൽ അവർക്ക് ഇംഗ്ലീഷ് ഭാഷയോട് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു വാക്കുപോലും അറിയുകയില്ല. അവർ 3 പേരും കൂടി ആലോചിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ കണ്ടെത്തി പറഞ്ഞു, ഞങ്ങളെ ചില വാക്കുകളെങ്കിലും ഇംഗ്ലീഷിൽ പഠിപ്പിക്കണം, ഞങ്ങളതിന് ഉള്ള പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. അധ്യാപകൻ സമ്മതിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം ഞാൻ നിങ്ങളെ ഇംഗ്ലീഷിൽ ഓരോ വാക്കുകൾ പഠിപ്പിക്കാം, നിങ്ങളത് ഓർത്തിരിക്കണം. ആദ്യത്തെ വ്യക്തിയെ പഠിപ്പിച്ചത് V3, രണ്ടാമത്തവനെ പഠിപ്പിച്ചത് 2 rupees, മൂന്നാമത്തവനെ പഠിപ്പിച്ചത് യെസ്. അവർ വളരെ സന്തോഷത്തോടെ മടങ്ങി പോകുമ്പോൾ ഒരു ചായക്കടയിൽ കയറി. ചായയും മറ്റ് പലഹാര സാധനങ്ങളും കഴിച്ചിട്ട് ക്യാഷ് കൗണ്ടറിൽ ചെന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ എത്ര പേരാണ്? ആദ്യത്തെ വ്യക്തി പറഞ്ഞു V3 എന്ന്. വീണ്ടും കാഷ്യർ ചോദിച്ചു, എത്ര രൂപയ്ക്ക് നിങ്ങൾ കഴിച്ചു? അടുത്ത വ്യക്തി പറഞ്ഞു 2 rupees. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമനും യെസ് പറഞ്ഞു. കൂടുതൽ തുകയ്ക്കുള്ളത് കഴിച്ചതാണ്. പക്ഷേ അവർ പഠിച്ച ഇംഗ്ലീഷ് അവർക്ക് ഗുണം ചെയ്തു. വളരെ സന്തോഷത്തോടെ മുന്നോട്ട് ചെന്നപ്പോൾ വഴിയരികെ ഒരു മനുഷ്യനെ കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്നത് കണ്ട് അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്ന് അവൻ്റെ ശരീരത്തിലുള്ള കത്തി വലിച്ചൂരി നിൽക്കുമ്പോൾ പോലീസ് അവിടെ എത്തി അവരോട് ചോദിച്ചു, ആരായി കൃത്യം ചെയ്തത്?
ചായക്കടയിൽ രക്ഷപ്പെട്ടതുപോലെ ഇവിടെയും ആകാമെന്ന് കരുതി ആദ്യം പഠിച്ച ഇംഗ്ലീഷ് പറഞ്ഞു V3. പോലീസ് ചോദിച്ചു, ഇവൻ്റെ പോക്കറ്റിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? രണ്ടാമൻ പറഞ്ഞു ₹2. പോലീസ് അടുത്ത വ്യക്തിയോട് ചോദിച്ചു, ഇത് ശരിയാണെന്നോ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമനും പറഞ്ഞു യെസ്. ബാക്കി വിഷയം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ പലർക്കും പലയിടങ്ങളിൽ അവരുടെ അല്പജ്ഞാനം എടുത്ത് പ്രയോഗിച്ച് വിഡ്ഢികളായി തീർന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ജ്ഞാനം ആയാലും വിവേകമായാലും അത് എങ്ങനെ എവിടെ പ്രയോഗിക്കണമെന്ന് നല്ലപോലെ ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ചില വേദികൾ വിദ്യാഭ്യാസമുള്ളവർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഭാഷയിൽ പ്രസംഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് സംസാരം സോഷ്യൽ മീഡിയയിൽ എടുത്ത് ട്രോൾ ചെയ്തതിന് അന്തമില്ല. പ്രിയരെ, വിദ്യാഭ്യാസം നല്ലതാണ്, എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരികയില്ല. അതിൽ കുണ്ഠിതപ്പെടേണ്ടതുമില്ല. അല്പജ്ഞാനം സമ്പാദിച്ച് വിഡ്ഢികളായി തീരാതെ കൂടുതൽ അറിവും ജ്ഞാനവും ലഭിക്കാൻ സർവശക്തനോട് അപേക്ഷിക്കാം. ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ദൈവം അവരവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കഴിവുകളും ജ്ഞാനവും ഒക്കെ തന്നിട്ടുണ്ട്. ആകയാൽ എല്ലാവരും ദൈവത്തിന് നന്ദി അർപ്പിച്ച് പോകാം. അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ കാര്യവിചാരനാക്കും. ദൈവം ഏവരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. സഭാപ്രസംഗി ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുളിൽ നടക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.